ഈ കഴിഞ്ഞ ഈ ചെറിയ പെരുന്നാളിന് ന്യൂമാഹിയിലുള്ള പെരിങ്ങാടിയിലെ സിദ്ദീഖ് പള്ളി ഈദ്ഗാഹ് നടത്തിയിരുന്നു. അതായത് അതിൻ്റെ അടുത്ത് തന്നെ പെരിങ്ങാടിയുള്ള ഇന്ത്യൻ പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് വളരെ നന്നായിട്ടാണ് ആ ഈദ്ഗാഹ് നടത്തിയത്. എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലാഹ ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷകൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നത് ലഹരിയാണ്. ആ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാർ, തിങ്ങിപ്പിടിച്ച ജനം അബ്ദുൽ ഗഫൂർ മൗലവിയുടെ നല്ല ഒരു ഖുതുബ, അത് കഴിഞ്ഞ് മധുരം എല്ലാവർക്കും വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ചെറിയ സമയത്തിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ഈദ്ഗാഹ് നടത്തണമെന്ന് അവർ തീരുമാനിച്ചത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഏതായാലും അൽഹംദുലില്ലാ എല്ലാവർക്കും അതിൻ്റെ ആ പുതിയ പള്ളിയിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും അബ്ദുൽ ഗഫൂർ മൗലവിക്കും ഒരു ബിഗ് സല്യൂട്ട്. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടഞ്ഞ് ലഹരി മുക്ത നാടിനായി പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും കസാലിഹൽ അമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.